നമസ്കാരം, മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. ഇടക്കാലത്ത് ഒരു നീണ്ട ഇടവേള ഉണ്ടായെങ്കിലും വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സൂപ്പർ നടിയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ. 1995 പുറത്തിറങ്ങിയ മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു അഭിനയ രംഗത്തേക്ക് എത്തിയത്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല താരത്തിന്. സുരേഷ് ഗോപി, ഗൗതമി, മുരളി തുടങ്ങി വൻ താരനിരയായിരുന്നു ചിത്രത്തിൽ അണിനിരുന്നത്. സല്ലാപത്തിലൂടെയായിരുന്നു മഞ്ജു വാര്യർ നായികയായി അരങ്ങേറിയത്. ദിലീപായിരുന്നു നായകൻ. നായികയായി അരങ്ങേറിയ ആദ്യ സിനിമയിലെ നായകനെ ജീവിത പങ്കാളിയാക്കിയെങ്കിലും ഇടയ്ക്ക് വെച്ച് ഇരുവരും വേർപിരിയുകയായിരുന്നു. വിവാഹമോചന ശേഷം മലയാള സിനിമയിലേക്ക് ശക്തമായ തിരിച്ചുവരവ് പിന്നീട് മഞ്ജു വാര്യർ നടത്തി. മഞ്ജു വാര്യരുടെ സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളാണ് മഞ്ജു പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. ഏറ്റവും പുതിയതായി ഫുട്ടേജ് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് പുറത്തുവരുന്നത്. മഞ്ജു വാര്യരെ പ്രധാന കഥാപാത്രമാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന പുത്തൻ സിനിമയാണ് ഫൂട്ടേജ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ്. മഞ്ജു അടക്കമുള്ള താരങ്ങൾ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച ചിത്രം കണ്ടതോടെ ആരാധകരും ഞെട്ടിയിരിക്കുകയാണ്. അഞ്ചാം പാതിര, കുമ്പളങ്ങി നൈറ്റ്സ്, മഹേഷിന്റെ പ്രതികാരം തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളുടെ എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഫൂട്ടേജ്. ചിത്രത്തിൽ വിശാഖ് നായർ, ഗായത്രി, അശോക് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. എല്ലാ വാതിലിനു പിന്നിലും നിങ്ങളുടെ ഭാവനയ്ക്കപ്പുറമുള്ള ഒരു ലോകമുണ്ട് എന്നാണ് പോസ്റ്ററിന് മഞ്ജു എഴുതിയ ക്യാപ്ഷൻ. അതേസമയം പോസ്റ്ററിൽ ഒരു ബെഡ്റൂമിൽ നിന്നുള്ള രംഗമാണ് കാണിച്ചിരിക്കുന്നത്. നടൻ വിശാഖ് നായർ നായികയുടെ നെഞ്ചിൽ തലചായ്ച്ച് നിൽക്കുന്നതാണ് ചിത്രത്തിലുള്ളത്. മാത്രമല്ല, ഇരുവരും വസ്ത്രം ധരിച്ചിട്ടില്ലെന്ന് തോന്നിപ്പിക്കുന്ന ചിത്രവുമാണ്. ഒറ്റ നോട്ടത്തിൽ പോസ്റ്ററിലുള്ളത് മഞ്ജു വാര്യരാണെന്ന് തോന്നിപ്പിക്കുന്നുവെന്നാണ് നടിയുടെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളിൽ പറയുന്നത്. എന്നാൽ പോസ്റ്ററിൽ വിശാഖിനൊപ്പം നടി ഗായത്രി അശോകാണ്. മഞ്ജു വാര്യർ പോസ്റ്റർ ഷെയർ ചെയ്തതിന് പിന്നാലെ അത് നടിയാണെന്ന് കരുതി ചിലർ മഞ്ജുവിനെ പ്രശംസിച്ചു കൊണ്ടുവന്നപ്പോൾ മറ്റു ചിലർ നടിയെ മോശമാക്കിക്കൊണ്ടുള്ള കമന്റുകളും പങ്കുവച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർ ഗംഭീരമാക്കുകയാണെന്നാണ് ഭൂരിഭാഗം ആരാധകരും പറയുന്നത്. പ്രേക്ഷകരുടെ ഹൃദയത്തിൽ എന്നും തങ്ങി നിൽക്കുന്ന സിനിമകളാണ് നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. ചില വിഷയങ്ങളെക്കുറിച്ചുള്ള അവബോധത്തിലേക്ക് വെളിച്ചം വീശുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു സിനിമ പോലെയാണ് ഇതും കാണുന്നത്. ഈ ചിത്രം കാണാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആകാംക്ഷ നൽകി കഴിഞ്ഞു. ഇനി കൂടുതൽ വിശേഷങ്ങൾ അറിയണമെന്നുണ്ട് തുടങ്ങിയ സിനിമയെ പറ്റിയുള്ള ആകാംക്ഷകൾ പറഞ്ഞാണ് കൂടുതലും ആളുകൾ കമന്റ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ചിത്രം കണ്ടതിൽ അശ്ലീലത കണ്ടെത്തിയെന്നാണ് മറ്റ് ചിലരെത്തിയിരിക്കുന്നത്. മഞ്ജു ചേച്ചിയുടെ ബിക്കിനി സീൻ കൂടി പ്രതീക്ഷിക്കുകയാണ് തുടങ്ങി നിരവധി കമന്റുകളാണ് മഞ്ജുവിന്റെ പോസ്റ്റിന് താഴെ വന്ന് കൊണ്ടിരിക്കുന്നത്. മഞ്ജു വാര്യർ പോസ്റ്റ് ഷെയർ ചെയ്തെന്നും വെച്ച് അത് മഞ്ജു വാര്യർ സിനിമ ആവുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം. അതേസമയം കൈനിറയ ചിത്രങ്ങളുമായി മുന്നേറുകയാണ് മഞ്ജു. മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ കൂടെ തലൈവർ 170 എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.